2014 നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മറ്റ് സാർക്ക് രാജ്യങ്ങളിലെ നേതാക്കൾക്കൊപ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും പങ്കെടുത്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ കാതലായ മാറ്റമായാണ് അത് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ 3 കൊല്ലത്തിനിപ്പുറം ഇന്ത്യ പാക് ബന്ധം പഴയതുപോലെ തന്നെയായി. ചെറിയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് നവാസ് ഷെരീഫിന്റെ ചെറുമകളുടെ വിവാഹത്തിന് ലാഹോറിൽ മുൻകൂട്ടി അറിയിക്കാതെ മോദി എത്തിയത്. തുടരുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമാബാദിൽ നടത്താനിരുന്ന സാർക്ക് സമ്മേളനം ഇന്ത്യ ബഹിഷ്കരിച്ചു. ഒപ്പം മറ്റ് രാജ്യങ്ങളെയും കൂട്ടിയതോടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുകയായിരുന്നു. കുൽഭൂഷൺ ജാദവ് വിഷയത്തിൽ അന്താരാഷ്ട്ര കോടതിയിലാണ് ഇരു രാജ്യങ്ങളും പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ ഇന്ത്യ മിന്നലാക്രമണം നടത്തുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം പാക് സൈനിക പോസ്റ്റുകളും ഇന്ത്യ തകർത്തു. നെഹ്റുവിന് ശേഷം ഒരു ചൈനീസ് പ്രസിഡന്റിന് ഇത്രയ്ക്ക് വലിയ സ്വീകരണം നൽകിയ മറ്റൊരു പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി അല്ലാതെ മറ്റാരുമില്ല. എന്നാൽ സി ജിൻപിങ് മടങ്ങിയത് മുതൽ അരുണാചൽ പ്രദേശിൽ ചൈനീസ് പട്ടാളത്തിൻ്റെ കടന്നുകയറ്റം പതിവാണ്. ആണവ വിതരണ ഗ്രൂപ്പിൽ അംഗത്വത്തിനും ജെയ്ഷെ ഭീകരൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി മുദ്രകുത്താനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ചൈനയാണ്. ഇതിലുള്ള ഇന്ത്യയുടെ പ്രതിഷേധം അരുണാചലിൽ ദലൈലാമയെ ഇറക്കിയായിരുന്നു ഇന്ത്യ പ്രകടിപ്പിച്ചത്. ഇത് ചൈനയെ നല്ല രീതിയിൽ പ്രകോപിപ്പിച്ചു. ചൈന മുൻകൈയെടുത്ത് തുടങ്ങുന്ന വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയിൽ ഭൂട്ടാൻ ഒഴിച്ച് സാർക്കിലെ പാകിസ്ഥാനും ശ്രീലങ്കയും പങ്കാളിയായി. പാക് അധീന കാശ്മീരിലൂടെയാണ് മാരിടൈം സിൽക്ക് റോഡ് എന്ന വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി കടന്നു പോകുന്നതെന്ന ആരോപണമാണ് ഇന്ത്യയ്ക്കുള്ളത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.